കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയിൽ ലീഗിന് കൃത്യമായി അതൃപ്തി തന്നെയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇത് നീണ്ടുപോകട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനെന്നും ലീഗ് വിലയിരുത്തുന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ വിഷയത്തിനകത്ത് വളരെ പെട്ടെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ലേഖന വിവാദം വന്നപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. തുടർന്ന് ലീഗിന്റെ ആ നേട്ടങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് തരൂര് പ്രതികരിക്കുകയും ഉണ്ടായി. ഇത് ഏത് തരത്തിൽ ഈ വിവാദം തീരുന്നില്ല, ഹൈക്കമാൻഡ് ഇടപെട്ടും തീരുന്നില്ല എന്നൊരു വിലയിരുത്തൽ ലീഗിനുണ്ടോ? അപർണ, തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ UDFന് ഉള്ള സാധ്യതകൾ ഇല്ലാതെയാക്കുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്നാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട അതൃപ്തി. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കോൺഗ്രസ് നേതാക്കൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാവട്ടെ, ഈ അടുത്തുണ്ടായ ശശി തരൂരിൻ്റെ വിവാദമാവട്ടെ, ഇതൊക്കെ തന്നെ നീട്ടിക്കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഇത് പരസ്യമായിട്ട് വിഴുപ്പലക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നു. UDFൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. UDFന് നേരെ എതിരാളുടെ കടന്നാക്രമണത്തിന് സാഹചര്യമൊരുക്കുന്നു. എന്നിങ്ങനെയുള്ള അതൃപ്തികളാണ്, എന്നിങ്ങനെ നിരീക്ഷണങ്ങളാണ് മുസ്ലിം ലീഗിനുള്ളത്. ഇതൊക്കെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFനെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്നൊരു വിലയിരുത്തൽ ലീഗിനുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ UDFന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പക്ഷേ കോൺഗ്രസിന്റെ തമ്മിലടി കാരണം, കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം കാരണം ജനങ്ങൾക്കിടയിൽ ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്ന് ലീഗ് ആശങ്കപ്പെടുന്നുണ്ട്. അതിന് വേണമെങ്കിൽ ഹൈക്കമാൻഡ് തന്നെ കൃത്യമായ സമയത്ത് ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതിന് പകരം ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും പേരുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ അത് അനിശ്ചിതമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കൃത്യമായ മറുപടിയോടെ ആ വിഷയങ്ങൾ അവസാനിപ്പിക്കുവാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. ശശി തരൂരിൻ്റെ വിവാദമാകട്ടെ നാൾക്കുനാൾ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇത് കോൺഗ്രസിലെ എല്ലാ പ്രശ്നങ്ങളും ബാധിക്കുക UDFനെയാണ്. UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഇതിൽ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ അവർക്ക് ഉള്ളത്. ഇപ്പോൾ യോഗം, ഭാരവാഹി യോഗം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ അടക്കം ഇത് ചർച്ചയാകുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ ഇന്നിപ്പോൾ മലപ്പുറത്ത് ചേരുന്ന ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളാണ്. അതുപോലെ തന്നെ റംസാൻ മാസം അതിൻ്റെ റിലീഫ് ഫണ്ടിനെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ്. അതിലെല്ലാം അപ്പുറത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച UDFൻ്റെ ഭിന്നതയും UDFിലെ ഈ തർക്ക വിഷയങ്ങൾ അതൃപ്തിയൊക്കെ ഈ യോഗത്തിൽ വലിയ ചർച്ച തന്നെയാകുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അനുമോദ, ഹൈക്കമാൻഡ് വിഷയത്തിനകത്ത് നിലപാടിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ ലീഗ് ഏത് തരത്തിലാണ് കണക്കാക്കുന്നത്? അതായത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അത്തരം സജഷൻസ് ഒക്കെ ഹൈക്കമാൻഡ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ലീഗ് വിലയിരുത്തുന്നുണ്ടോ? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായ ഇടപെടലാണ് ആവശ്യം. അതായത് ഒരു പ്രശ്നം തുടങ്ങി അതിൽ മറ്റ് എതിരാളികൾ ആ വിഷയം UDFനെതിരെ ആയുധമാക്കുകയും അത്തരത്തിലുള്ള വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി പരമാവധി ആ വിഷയം അതിൻ്റെ രൂക്ഷതയിൽ എത്തിയതിന് ശേഷം ഇടപെട്ടിട്ട് കാര്യമില്ല. പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നേരത്തെ ദീർഘവീക്ഷണത്തോടെ ഇടപെടണമെന്നാണ് ലീഗ് പറയുന്നത്. കാരണം ഈ ശശി തരൂരിൻ്റെ വിവാദങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. അത് ചൊല്ലി 2-3 ദിവസം ഈ വിഷയം പരസ്യമായി ചർച്ച ചെയ്ത് ഓരോ നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് അതൊക്കെ വലിയ തരത്തിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നൊരു സാഹചര്യം തീർക്കുന്നു എന്നൊരു വിലയിരുത്തൽ ലീഗിനുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിക്കുന്നത് സമയബന്ധിതമായി വേണമെന്നൊരു നിരീക്ഷണമാണ് ലീഗിനുള്ളത്. അത് പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായ സമയത്തുള്ള ഇടപെടലാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ലീഗിനുള്ളത്. അതാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട അതൃപ്തിക്ക് കാരണവും. CV അനുമോദ്, ഏതായാലും ലീഗിന് ഈ വിഷയം ലേഖന വിവാദം തുടർന്നു കൊണ്ടുപോകുന്നതിൽ ലീഗിന് അതൃപ്തിയുണ്ട്. ഈ വിവാദം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നത് എന്നുള്ളൊരു അതൃപ്തിയും ലീഗിനുണ്ട്. അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.